ലോക ക്രിക്കറ്റിലെ ആവേശ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഏഷ്യ കപ്പ് ക്രിക്കറ്റിലെ എ ഗ്രൂപ്പ് മത്സരത്തിൽ ഭാരതം പാകിസ്ഥാനെ നേരിടും. ചിരവൈരികൾ ഏറ്റുമുട്ടുന്നത് കാണാനുള്ള ആവേശത്തിലും ആകാംക്ഷയിലുമാണ് ക്രിക്കറ്റ് ആരാധകർ. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോക ക്രിക്കറ്റ് ആരാധകർ തന്നെ ഏറ്റവും ഉറ്റുനോക്കുന്ന മത്സരം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഇന്ത്യയും പാകിസ്ഥാനും ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുകയാണ്. UAE സമയം വൈകിട്ട് 6:30 ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ചിരവൈരികൾ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ആവേശത്തിലാണ് ആരാധകർ. സ്റ്റേഡിയത്തിലേക്ക് ഇപ്പോൾ കാണികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. മത്സരം കാണാനായി UAEയുടെ വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള നിരവധി പേരാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കളി ജയിച്ച ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇറങ്ങുന്നത്. UAE 9 വിക്കറ്റിനാണ് ഇന്ത്യ തറ പറ്റിച്ചത്. പാകിസ്ഥാനാകട്ടെ 93 റൺസിന് ഒമാനെ തോൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇരു ടീമുകളും. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യയും പാകിസ്ഥാനും കളത്തിൽ നേർക്ക് നേർ വരുന്നത്. അത് ചാമ്പ്യൻസ് ട്രോഫിയിലായിരുന്നു. ഈ കാണുന്ന ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തന്നെയായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയും. അതേ സ്റ്റേഡിയത്തിൽ ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്ക് നേർ വരികയാണ്. അന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെ ഇന്ത്യ തറ പറ്റിച്ചിരുന്നു. അതുതന്നെ ഇവിടെ സംഭവിക്കാൻ, അതുതന്നെ പ്രാവർത്തികമാക്കാനാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത്. മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് അവർക്കൊരു ഇരട്ടി മധുരമുണ്ട്. സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ UAEക്കെതിരെയുള്ള കളിയിൽ സഞ്ജു സാംസൺ കീപ്പറായി കളിച്ചിരുന്നുവെങ്കിലും ബാറ്റിങ്ങിന് ഇറങ്ങിയിരുന്നില്ല. ഇത്തവണ സഞ്ജു ബാറ്റിങ്ങിന് കൂടി ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ. മത്സരത്തിൻ്റെ ടിക്കറ്റുകളെല്ലാം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വിറ്റഴിഞ്ഞിരുന്നു. ഇവിടെ ഓരോ മത്സരം നടക്കുമ്പോഴും ഇന്ത്യക്കും പാകിസ്ഥാനുമായി ആരാധകർ എത്താറുണ്ട്. എന്നാൽ ഇന്ത്യൻ ആരാധകരാണ് ഭൂരിഭാഗം എത്താറുള്ളത്. സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ ഒരു നീല കടലാണ് എപ്പോഴും കാണാറുള്ളത്. അതിന് ഇത്തവണ മാറ്റം ഉണ്ടാകില്ല. കളി തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആരാധകർ ഇങ്ങോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. കനത്ത സുരക്ഷയിലാണ്, പ്രത്യേക സാഹചര്യം പരിഗണിച്ച് കനത്ത സുരക്ഷയിലാണ് മത്സരം നടക്കുന്നത്. കൃത്യമായ പരിശോധനകൾ നടത്തിയാണ് കാണികളെ സ്റ്റേഡിയത്തിലേക്ക് കടത്തിവിടുക. 3 മണിക്കൂർ മുൻപ് തന്നെ കാണികൾക്ക് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനമുണ്ടാകും. ഏതായാലും ഇന്ത്യ ഒരു മികച്ച വിജയം നേടുന്ന കാണാൻ ഏവരും കാത്തിരിക്കുകയാണ്. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.